ഹലോ എവ്രി വൺ. ഇന്ന് പ്രഷർ ചീര വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പ്രഷർ ചീര ഇതാ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പം നല്ലപോലെ എല്ലാം തളിർത്ത് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു മൾട്ടി വിറ്റമിൻ പ്ലാന്റ് തന്നെയാണ്. ഇതിന് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇതായിപ്പോൾ ഈ കമ്പ് ഞാൻ ഇല എടുത്ത ശേഷം ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മതി. അത് നന്നായിട്ട് അങ്ങോട്ട് തളിർത്ത് വന്നോളും. അതിന് നമുക്ക് ഒരു വളം കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തതാണ്, കണ്ടില്ലേ ഇങ്ങനെ തളിർത്ത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ഇവിടെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നോളും. അതിൻ്റെ പാട്ടിന് നമുക്കൊരു നേരം ഉപ്പേരിക്കുള്ളതും ആകും. ഒരു 4 പച്ചമുളകും കിട്ടി അവിടെ ഞാൻ പോയപ്പോൾ. ഇപ്പോൾ ഇതാ വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഓട്ടപാത്രത്തിൽ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. വെള്ളയ്ക്ക് പോയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് അങ്ങൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രഷർ ചീര കറി വെക്കാനായിട്ട് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയിൽ കഴുകി എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചീര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ഇലയുടെ ഒപ്പത്തിന് നിൽക്കുന്ന ഇതിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഈ പ്രഷർ ചീരയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒരു 3 വിസിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. അപ്പോൾ വെള്ളവും ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് അടച്ചങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം, 2 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീരയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് കുറച്ച് വെള്ളം നമ്മുടെ മിക്സി പാത്രം കഴുകിയിട്ട് ആ വെള്ളവും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റും കൂടെ ഇതങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടാൻ അങ്ങനെ റെഡിയാക്കി കൊണ്ടുവരികയാണ്. ഇതിന് വറവിടുന്നുണ്ട്. കടുകും പിന്നെ വറ്റൽ മുളകും ഇട്ടിട്ടുണ്ട്. അതിന് കൂടെ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഞാൻ. വേണമെങ്കിൽ ഇതിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്കിട്ട് താളിക്കാം. ഞാനത് ചെയ്തില്ല. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ചീരയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതിനെ വളർത്തുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഒരു നേരം ഇത് കഴിക്കുന്നത് നല്ലതുമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.